പലതരം ചേരുവകൾ. സാധാരണയായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവാറുള്ള നിത്യോപയോഗ സാധനങ്ങൾ വെച്ചിട്ടാട്ടോ ഞാൻ ഈ പിസ്സ തയ്യാറാക്കുന്നത്. നമ്മൾ ഒറിജിനൽ പിസ്സ വെച്ചിട്ടൊന്നല്ല ഉണ്ടാക്കണം, എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചിലവാവുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക. പിന്നെ വെള്ളം ചെറു ചൂടുള്ള വെള്ളമായിരിക്കണം കേട്ടോ. വെള്ളത്തിന് തണുപ്പുണ്ടാവരുത്, ചെറിയൊരു ചൂടുണ്ടാവണം. ആ ഒരു ചൂട് മതി കേട്ടോ, അല്ലെങ്കിൽ ഈസ്റ്റ് വെന്ത് പോകും. ഇതെല്ലാനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് ഈസ്റ്റ് പൊങ്ങാനായിട്ട് വയ്ക്കാം. ഈസ്റ്റ് പൊങ്ങുന്ന നേരം കൊണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ചിക്കൻ എന്തോരം ഉണ്ട് അത്രയും നല്ലതാട്ടോ. ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, എല്ലില്ലാത്തതാട്ടോ. ഫ്രഷ് ആക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തപ്പോൾ ഭയങ്കര ബലം, കോൺഫ്ലവറിൻ്റെ ഭയങ്കര ഒട്ടിപ്പ്, അത് കാരണം ഞാൻ ഇച്ചിരി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് കുഴച്ച് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പിസ്സ ബേസ് തയ്യാറാക്കാനായിട്ട് മൈദ കുഴച്ച് വയ്ക്കാം. അതിനായി ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ മൈദ നമുക്ക് ഒരു പിസ്സയ്ക്ക് കറക്റ്റ് ആട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പിസ്സയ്ക്ക് ഇത്രയും മതി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഈസ്റ്റ് നമ്മൾ കലക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോ ഭയങ്കര കട്ടിയിൽ കുഴച്ചെടുക്കരുത്. അത്യാവശ്യം അയവിന് തന്നെ കുഴച്ചെടുത്തിട്ട് പിന്നെ ഒട്ടും നിർത്തിയില്ല, ഭയങ്കര ലൂസായിട്ട് വരാമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ എങ്ങാനും മൈദ ചേർത്ത് കൊടുക്കുക. ഒത്തിരി മൈദ പിന്നെ ചേർത്ത് കൊടുക്കരുത്. ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ കിട്ടിയാൽ മതി. ഇതിനേലും അങ്ങോട്ട് കുഴഞ്ഞു പോകാണ്ടിരുന്നാൽ മതി. ഇപ്പോൾ ഒത്തിരി കുഴയ്ക്കാൻ പറ്റാണ്ടാവാണ്, കയ്യിൽ നിന്ന് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കയ്യിൽ ഓയിൽ തേച്ചിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇങ്ങനെ ഞാൻ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലേക്ക് ഇച്ചിരി ഓയിൽ തേച്ച് കൊടുത്തിട്ട് അതിൽ ഇനി 1.5-2 മണിക്കൂർ ഇരിക്കണം കേട്ടോ. അപ്പോഴത്തേനാണ് ഈ ഡോ പൊങ്ങി വരിക. അപ്പം നല്ല ചൂടിൻ്റെ ഒക്കെ സമയമാണെങ്കിൽ 1 മണിക്കൂറൊക്കെ മതിയാവുമായിരിക്കും. ഞാനിവിടെ 1.5 മണിക്കൂർ വെച്ചു. ഇനി ആ ഡോ പൊങ്ങി വരണവരെ നമുക്ക് ലാവശ്യമായിട്ട് സമയമുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് 3 കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. 1 ചിക്കൻ പൊരിച്ചെടുക്കണം, പിന്നെ സോസ് തയ്യാറാക്കണം, പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസ്, പിന്നെ ചീസിന് പകരമുള്ള ഗ്രേവി ഉണ്ടല്ലോ അത് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ പൊരിക്കാനായിട്ട് വെച്ചു. അതിനുശേഷം നമ്മുടെ സോസ് റെഡിയാക്കാനായിട്ടുള്ള വെജിറ്റബിൾസ് ഇവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് എന്ന് പറയാൻ ഒത്തിരി ഒന്നുമില്ല കേട്ടോ. 1 ക്യാപ്സിക്കം, 2 തക്കാളി എടുത്തിട്ടുണ്ട്. 1 തക്കാളി നമുക്കിവിടെ അരയ്ക്കാനായിട്ട് വേണം. പിന്നെ 1 തക്കാളിയുടെ പകുതി മതിയാവും ഡെക്കറേഷന് വേണ്ടിയിട്ട്. എൻ്റെ ഉള്ളത് പീക്കിരി തക്കാളി ആയതുകൊണ്ട് 1.5 ഞാൻ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പകുതി ഞാൻ അവിടെ ഡെക്കറേഷന് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം 2 പീസ് ഇട്ടെടുത്ത് നന്നായിട്ട് അരച്ചത് പേസ്റ്റാക്കി അവിടെ വയ്ക്കുക. അത് സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്, വറന്ന് വന്നിട്ടുണ്ട്. അത് കോരി മാറ്റിയിട്ട് അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഗാർലിക് ഇട്ടെടുക്കുക. സവാള അരിഞ്ഞ് വെച്ചത് ഇട്ടെടുക്കാം. സവാളയും ടോട്ടൽ ഒരു മീഡിയം സൈസ് സവാള മതിയാവും. പകുതി ഞാനിവിടെ വയറ്റാനായിട്ട് എടുത്തിട്ടുണ്ട്, പകുതി നമുക്ക് ഡെക്കറേഷന് ലാസ്റ്റ് മുകളിലിടാനായിട്ട് വേണം. സോസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടെടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ആട്ടോ. പിന്നെ പെപ്പർ പൗഡർ 1 ടീസ്പൂൺ ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാളകളിലേക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ തീ കുറച്ചിട്ട് നന്നായിട്ട് കുറച്ച് സമയം വഴറ്റിയെടുത്തതാണ്. ഞാൻ ഇളക്കിക്കൊണ്ടൊക്കെ എന്തൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തില്ല എന്നുള്ളൂ. ക്യാപ്സിക്കം തക്കാളിയുടെ പേസ്റ്റ് ഇട്ട ശേഷം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. തിളപ്പിച്ച് നല്ലൊരു സോസ് രൂപത്തിലായി കഴിയുമ്പോൾ എടുത്ത് വയ്ക്കാം. ഇനി നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ചീസ് റെഡിയാക്കാനായിട്ട് നമ്മുടെ ടീ കപ്പിൽ 1 കപ്പ് വെള്ളവും 1 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അളവ് കപ്പിൽ 1/2 കപ്പാട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആട്ടോ. എനിക്ക് പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോയി, കോൺഫ്ലവർ ആണോ മൈദയാണോ എന്ന്. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം എല്ലാവരും ഇട്ട് കഴിഞ്ഞിട്ട് ഓണാക്കിയാലും മതി കേട്ടോ. ഇത് പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോയി കട്ടയായിപ്പോയി കൊള്ളൂല. ഒക്കെ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ മതി. ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചൊന്ന് കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഇച്ചിരി അയവിനെ തന്നെ ഓഫാക്കി വയ്ക്കുക. ഇനി നമുക്ക് പീസ് സെറ്റ് ചെയ്യാം. നമ്മുടെ മൈദയൊക്കെ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതെടുത്തിട്ട് പീസ് ബേക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാത്രം, അത് നല്ല കട്ടിയുള്ളൊരു പാത്രം എടുക്കുക.
അതിൽ ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഈ പിസയുടെ മാവ് അതിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഓവണുള്ളവർക്ക് പിസ സെറ്റ് ചെയ്ത ശേഷം ഓവണിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല, ഞാൻ ഓവൺ യൂസ് ചെയ്തിട്ടില്ല. ഇതിലിപ്പോൾ നന്നായിട്ട് എണ്ണ ഓയിലുള്ളത് കൊണ്ട് എനിക്ക് കൈ വെള്ളത്തിലൊന്നും മുക്കേണ്ടി വന്നില്ല കേട്ടോ. നിങ്ങളുടെ കൈ ഒട്ടി പിടിക്കാന്നുണ്ടെങ്കിൽ കൈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പരത്താനായിട്ട്. അത് കഴിഞ്ഞ് ടൊമാറ്റോ സോസ് നമ്മൾ തയ്യാറാക്കി വെച്ചത് ഇട്ട് കൊടുക്കുക, എല്ലാ സ്ഥലത്തും നിരത്തി കൊടുക്കുക. അതുപോലെ നമ്മൾ ചിക്കൻ തയ്യാറാക്കി വെച്ചതും ഇട്ടെടുത്ത് നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചീസും കൂടി ഇട്ട് എല്ലാ സ്ഥലത്തേക്കും മുകളിലൊക്കെ ആക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, തക്കാളി, ക്യാപ്സിക്കം എല്ലാം കൂടി വിതറി കൊടുക്കുക. ഇത്രയുള്ളൂ നമ്മുടെ പിസ്സ ഇവിടെ ഒരുങ്ങി നിൽക്കണ്ടേ. ഇനി ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതി. ബേക്ക് ചെയ്യാനായിട്ട് കട്ടിയുള്ള പാത്രത്തിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു ചട്ടി വെച്ചിട്ട് അതിന് മുകളിലാട്ടോ ഞാൻ ആ പാത്രം വെക്കണേ. 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ആദ്യം തന്നെ ചട്ടിയൊക്കെ ഒന്ന് ചൂടാവണമല്ലോ, അതുവരെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കേക്കൊക്കെ വെന്തോന്ന് കുത്തി നോക്കണമാതിരി ഒരു കോല് വെച്ച് കുത്തി നോക്കാം. അത് മൊട്ടിപ്പിടിക്കാണെങ്കിൽ വെന്തിട്ടുണ്ട്. എനിക്ക് കുത്തി നോക്കിയിട്ടൊന്നും മനസ്സിലാവണ്ടായില്ല കേട്ടോ. കുത്തി നോക്കുമ്പോൾ പൊക്കിയെടുക്കുന്ന സമയത്ത് ചീസ് ഒട്ടിപ്പിടിച്ചിട്ട് ചീസ് അത് മാവാറുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ പീസ് എടുത്ത് തിന്നു നോക്കി, അപ്പോൾ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞില്ല എന്നോർത്താരും ചെയ്യാണ്ടിരിക്കണ്ട.